ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് 2-3 ദിവസം ഇട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ നോക്കി. അപ്പോൾ പിന്നെ ഞാൻ ഇട്ട കുറച്ച് ദിവസം നോക്കിയപ്പോൾ പിന്നെ അതിൽ മൊത്തം അഹങ്കാരിയുടെ ഒരു വിളയാട്ടം നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അഹങ്കാരിയുടെ വിളയാടട്ടെ എന്ന് ഞാനും ഒന്ന് തീരുമാനിച്ചു. അല്ല, ഒരു ചാൻസ് നമ്മൾ കൊടുക്കണേ, നമ്മളായിട്ട് ചാൻസുകൾ കൊടുക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചാൻസ് അഹങ്കാരിക്ക് കൊടുത്തു. അപ്പോൾ അഹങ്കാരിയുടെ വക അപ്പോൾ അതിൽ വന്ന് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയേണ്ട ആളുണ്ട്, നിങ്ങളോട് എന്താ ശത്രുത. എനിക്കെന്തായാലും ആളെന്നെ പേഴ്സണലായിട്ട് അറിയില്ല. ആൾക്ക് എന്നെ അറിയാം, എന്നെ എന്നും കാണുന്നുണ്ട്, എന്നോട് ദേഷ്യമുണ്ട്, എന്നോട് 2 പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നേരിട്ട് പറയാൻ ധൈര്യമില്ല. അതിക്കറിയില്ല, ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഈ കമൻറ്റ് വഴിയുണ്ടോ. അപ്പം ഒരു വ്യക്തിത്വമില്ലാത്തൊരു മനുഷ്യൻ, അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അന്വേഷണനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവളുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് പറഞ്ഞു. അപ്പൊ എന്നും കുഞ്ഞുമായിട്ട് ടേസ്റ്റ് പറയും ആ മനുഷ്യൻ. അപ്പൊ അവർക്ക് കമന്റ് കൊടുത്തു, ആ മനുഷ്യന്റെ അമ്മ ഫുഡ് ഉണ്ടാക്കുന്ന ടേസ്റ്റ്. അപ്പൊ ഞാൻ തുറപ്പിച്ച് നോക്കി. ബാക്കി പറഞ്ഞു, ഞാൻ വാതിൽ അടക്കട്ടെ. ഇവിടെ അന്വേഷണേക്കാളും കൂടുതൽ അമ്മ ഉണ്ടാക്കുന്ന ഓരോ കാര്യത്തിന്റെ കാര്യം ഞാനാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ചമ്മന്തി എന്ത് രസാലും കേട്ടോ, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ദോശക്കുള്ള ഉരുളക്കിഴങ്ങിന്റെ കാര്യം എന്ത് രസം. അന്വേഷണേക്കാളും കൂടുതൽ ഞാനും അത് പറയുന്നുണ്ടാവും. അന്വേഷണ അമ്മയുടെ ഫുഡ് നല്ലാന്ന് പറഞ്ഞപ്പോ ഞാന് അങ്ങനെ പറയരുത്, പേടിച്ച് നിങ്ങള് നീ കെട്ടിയതാണോ കെട്ടാത്താണോ, നിന്റെ ഭർത്താവ് നീ വർപ്പിച്ച് നിർത്തണല്ലേ. ഞങ്ങളിവിടെ ഞങ്ങളുടെ ബന്ധം നിക്കണത് എങ്ങനെയാന്നറിയോ, അത് ഈ കെട്ടുപാട് ഞങ്ങൾ നിക്കണത് വിറപ്പിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടല്ല, സ്നേഹത്തിനോട് തന്നെയാണ് ഞങ്ങൾ ഈ ബന്ധം കെട്ടുബന്ധം 26 വർഷമായിട്ട് മുന്നേ. അല്ലാണ്ട് തുറപ്പിച്ച് നോക്കിയിട്ട് ഭർത്താവിനെ വറപ്പിച്ച് അനുസരിപ്പിച്ച് അടക്കി നിർത്തി, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ അടക്കി നിർത്തി വിറപ്പിച്ചിട്ടൊന്നല്ല ഞങ്ങളുടെ ദാമ്പത്യം പോണത്. ഞങ്ങളുടെ ദാമ്പത്യം മുന്നോട്ട് പോകണം നല്ല സ്നേഹം കൊണ്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞിട്ടും കാര്യം. ഇത്രയും ദിവസം കാണുന്നുണ്ട് സംഗീതോട് 2 പറയണച്ചെങ്കിൽ വന്ന് പറഞ്ഞൂടെ, 2 ആക്കണ്ട 4 വന്ന് പറയേ, നമുക്ക് നേരിട്ട് കണ്ടില്ലെങ്കിൽ നീ സത്യമായിട്ട് എന്താ പറയാ, സത്യസന്ധത ഇല്ലാത്തോളായതുകൊണ്ടാ. നമ്മുടെ കയ്യില് മറ്റൊരാളെ ദേഷ്യപ്പെടണമെങ്കിൽ നമ്മുടെ സത്യം അഹങ്കാരി അല്ലേ, നമുക്ക് ശരിയാക്കാം. കാർത്തുണ്ടിട്ടാ പൊന്നിന് വറക്കുണ്ടാന്ന് വർക്കിന്റെ അവിടെ വളരെ നോക്കാൻ ഞാനും അതിനായിട്ട് കുടുക്കൽ വിളിക്ക് പോയി കാറില്. 3.5 മണിക്കൂറോളം ഞങ്ങളവിടെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് വന്നപ്പോഴും അച്ഛൻ്റെ പേരെ കൂടെ പോയില്ല, ഞങ്ങളുടെ കൂടെ ഇവര് പോകുമ്പോ വേണ്ട പൊക്കോ പ്ലെയിൻ കിസ് കൊടുത്ത് വിടുക. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അവിടെ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാർത്തുമ്മ കേട്ടോ ഇവിടെ പൊന്നു ഷെബില്ല. അപ്പൊ അങ്ങനെ ഓ എന്തേ അമ്പടിക്ക് പറ്റി ഞാൻ അടച്ചിട്ട് എല്ലാവരും ഇപ്പൊ വരും വശത്തി വീടെടുക്കട്ടെ. തട്ടും. അപ്പൊ ചേച്ചി അഹങ്കാരി എന്തായാലും അനിലേട്ടനെ കെട്ടണം, അനിലേട്ടനെ ഇഷ്ടപ്പെടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ അനിലേട്ട. എനിക്ക് അനിലേട്ടനെ ഇഷ്ടം ആ പെണ്ണിന്റെ ദേഷ്യത്ര ചേട്ടന് ഇഷ്ടം. ചേട്ടാ ആരാന്റെ പെണ്ണിന്റെ ഭർത്താവിനും കാലത്ത് വളർത്തി നിക്കണ നീയാണോ പെണ്ണ്? ഈ മനുഷ്യ ഒരാളെ ഭാര്യയാണ്, 4 മക്കളുടെ അച്ഛനാണ്, മനസ്സിലായോ? ഒരു പേരക്കുട്ടിയുടെ അച്ഛനാണ്. ഇതൊക്കെയുള്ള ഒരു മനുഷ്യന് ഓർത്ത് വെള്ളമിറക്കിയിട്ടാണോ നീ ഇരിക്കുന്നത്? ഇത്രയും ചീപ്പാണോ നീ ഇത്രയും കെട്ടാച്ചരക്കായിട്ട് നിൽക്കണോ? നിന്നെ ആർക്കും വേണ്ടേ? എന്റെ സംശയങ്ങളാണ് കേട്ടോ. എനിക്ക് സംശയിക്കാമല്ലോ, അല്ലാണ്ട് വന്യനേട്ടന്റെ കാത്ത് കെട്ടി കിടക്കണം നിന്നെ എനിക്കില്ലല്ലോ. നീ ചത്തിട്ട് വേണം എന്നോ ജീവിതം കൊടുക്കണമെങ്കിൽ. എന്തൊരു കഷ്ടപ്പാടല്ലേ. നീ കുറച്ച് വെള്ളം കുടിക്കും എന്തായാലും നേരിട്ട് വന്ന് പറയാൻ ശ്രമിക്കുക, അല്ലാണ്ട് അത്രേ ഉള്ളൂ. നീ നല്ല, ഞാൻ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, നല്ല അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായതാണെങ്കിൽ നീ നേരിട്ട് പോയി, ഞാൻ അത്രേ പറയുള്ളൂ. ഒന്നില്ലെങ്കിൽ നമ്മളൊക്കെ ജന്മം നൽകിയവർക്ക് ഇങ്ങനെ പേർദോഷം ഇല്ലാണ്ട് ഇരുത്തേ. നീ അവറ്റേനെയും കൂടി ഞാൻ എന്താ പറയാ വലിച്ചഴക്കൽ ഈ ഒരു സംഭവത്തിൽ നിന്റെ അച്ഛനും അമ്മയുടെ അടക്കം. അപ്പൊ നീ അതൊരു നല്ല തന്തയ്ക്ക് നല്ലക്ക് ഉണ്ടായതാണെങ്കിൽ നേരിട്ട് പോവാ, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. മാറ്റാതൊന്നും അതിന്റെ ഒരു ഇതിൽ കുറെ ഉണ്ട്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കുറെ ചോദ്യം ഞാൻ പറയാട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ വന്നല്ലോ കേട്ടോ, അന്ന ശേഷം വീഡിയോ എടുക്കാം എന്നുള്ള കാരണത്തിലേക്ക് ഇങ്ങോട്ട് കയറി. പോസ്റ്റ് 91 വന്നിട്ടുള്ളത്.
ഒരു സ്ത്രീ എന്ന നിലയിലും 3 പെൺമക്കളുടെ അമ്മ എന്ന നിലയിലും സംഗീതയോട് ഒരു ചോദ്യം. ഹണി റോസ് എന്ന യുവതിയെ ബോച്ച എന്ന അച്ചായൻ അങ്ങനെ പറഞ്ഞത് ശരിയാണോ? സമൂഹത്തിൽ യാതൊരു മാന്യതയും ഇല്ലാത്ത വ്യക്തിയുമായാണ് പൊന്നു ഷേബിന് അടുക്കുന്നത് ശരിയായി തോന്നുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ ഒരു ഉത്തരം ഞാൻ തന്നെ പറയട്ടോ. തീർച്ചയായിട്ടും മറുപടി പറയാം. ഹണി റോസ് എന്നൊരു വ്യക്തിയുടെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും അറിയാം. ഏതൊരു പെണ്ണിനായാലും ബോഡി ഷെയിം പറഞ്ഞാൽ ആര് പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെയാണ്. പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. വലിയവനായാലും ചെറിയവനായാലും നിയമത്തിന്റെ വഴിയിലൂടെ പോകണം. ഒരാൾക്ക് ഒരു നിയമം വേറൊരാൾക്ക് നിയമം, അതിൽ ഞാൻ യോജിക്കില്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോഴേക്കും മുഖ്യമന്ത്രിയോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും പരാതികളുണ്ട്. ഞങ്ങൾക്കും പരാതി ഉണ്ട്. ഞങ്ങൾ ഈ അഹങ്കാരികാരനെ ഉള്ളതും ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു പെൺകുട്ടി നമുക്ക് മുഖ്യമന്ത്രി വേണ്ട, ഒരു MLA പോലും നേരിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. എന്താ വെച്ചാ അപ്പൊ അത് നിയമം എല്ലാവർക്കും ഒരേ മാതിരി. സാധാ ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ കേസുകൾ നമ്മുടെ ലോകത്തുണ്ടാവും അല്ലെ, പീഡിപ്പിക്കലും ബലാത്സംഗം എന്തൊക്കെ കേസുണ്ടാവും. ഇവരൊക്കെ നേരിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന് നിയമം കാരണം ഒന്നും വരെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് അറിയാണ്ട് ചോദിക്കട്ടോ. അപ്പൊ വലിയവർക്ക് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കും. ഇത് എന്താ തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല. എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞത്, സാധാ ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന എല്ലാം അവൾക്ക് കിട്ടുന്ന എല്ലാം മനസ്സിൽ സാധാ ഒരു പെൺകുട്ടിക്കും കൊടുക്കണം ഗവൺമെന്റ്. അത്ര ഞാൻ പറയുള്ളൂ. ഇന്നാൾക്കൊരു പ്രത്യേകത, ഇന്നാൾക്കൊരു വേറൊരു പ്രത്യേകത, അതൊന്നും ഞാൻ ഇതാക്കണില്ല. പിന്നെ പൊന്നു ഷെബിൻ ഗോപി ചെമ്മണൂരായിട്ടുള്ള അടുപ്പം, അവരെന്തടുപ്പം? അവർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ പോണെന്ന്. നമ്മളെ ആര് പ്രൊമോഷൻ വിളിച്ചിട്ട് നമ്മൾ പോവും. എല്ലാവരും പോകണ്ട. ഒരു വാഴ ചെയ്യാലും അത് ചാഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് വേണച്ചിട്ട് ചാഞ്ഞു വീഴുന്നതും അല്ലാണ്ട് ശരിക്ക് ചെരിഞ്ഞ് വീഴുന്നതും ഒക്കെ വ്യത്യാസമുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടറിയാലോ. ഇത് 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല. അവര് ഓരോ ഫംഗ്ഷനും പങ്കെടുത്ത കാര്യങ്ങളുണ്ട്. എന്നിട്ട് അതിലൊന്നും ഇല്ലാണ്ട് ആരും ന്യായീകരിക്കില്ല. ഏതൊരു മനുഷ്യനെ പറഞ്ഞപ്പോ അഹങ്കാരം ഇട്ട കമന്റുകളല്ല, അതൊക്കെ ഞങ്ങള് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരും. നേരിട്ടൊന്നും വിളിക്കാൻ പറ്റില്ല. നമുക്ക് നേരിട്ട് മുഖ്യമന്ത്രിനെ പോയി കണ്ടിട്ട് ഇതൊന്നും നിലവിലാക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണക്കാരാണ്. സാധാരണ ചെറിയ വീട്ടിലെ വീട്ടമ്മയും ഭർത്താവൊക്കെയാണ്. അപ്പൊ നമുക്കതൊന്നും പറ്റില്ല. അപ്പൊ എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഹണി റോസിനെ തന്നെ പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി പിറ്റേ ദിവസം അയാളെ ജാമ്യത്തിൽ ഇറക്കി എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പല കാര്യത്തിലും ഇയാൾക്ക് മാത്രം കണ്ടിട്ടുള്ളത് ഈ റോസ് ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ബോബി ചെമ്മണൂര് നമ്മള് ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും നമുക്ക് മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഉണ്ടാവുമ്പോൾ അവരും മാറിക്കോളും. കഴിഞ്ഞ ആഴ്ച, അതായത് ഇപ്പൊ ഒരു 13 ദിവസം ഉണ്ടല്ലോ നമ്മള് ബോച്ച കണ്ടിട്ട് സിനിമ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് പറയുമ്പോൾ ബോച്ചയും ശോഭയിലെ അപ്പുറത്ത് തിയേറ്ററിൽ സിനിമ ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പൊ ബോച്ചയോട് സെൽഫി എടുക്കുമ്പോൾ ഓൾറെഡി ഷേപ്പിക്കും പൊന്നുനാരെ കുണുക്കന് കാണാൻ ആഗ്രഹം. ഒരിക്കൽ കുണക്കനോട് വിളിപ്പിച്ച് സംസാരിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് അനിയനോട് ഞങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ ബോച്ച എന്നാണ്. അന്ന് കണ്ടു എല്ലാവരും സെൽഫി എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു സെൽഫി എടുക്കുക, കുണക്കിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു സെൽഫി എടുക്കുമ്പോൾ മൂപ്പരെന്നെ ഫോൺ മേടിച്ചു, ഞാൻ എടുത്തേരാണ്ട് മൂപ്പരെന്നെ സെൽഫി എടുത്തോട്ടെ. ഞങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതുവരെ പൊന്നിന് നമ്മളൊരു മോശമായിട്ട് സ്ഥലത്ത് ഒരു പ്രാവശ്യം പോയി നമുക്ക് മോശം അനുഭവം ഉണ്ട്, പിന്നെ നമ്മൾ അങ്ങോട്ട് പോവില്ല. അങ്ങനെയാണ് നമ്മൾ സ്വതവേ എല്ലാവരും ചെയ്യാല്ലേ. ഒരു സ്ഥലത്ത് പോയി അത് നമുക്ക് മോശം അനുഭവം പ്രാവശ്യം പിന്നെ നമ്മൾ അങ്ങോട്ട് പോകില്ല. അപ്പോൾ പലരുടെയും പല അഭിപ്രായങ്ങളാണ്. ഇതൊന്നും നമ്മളോട് ചോദിക്കേണ്ട കാര്യമില്ല. ഏതൊരു പെണ്ണിനെ ആയാലും ആണിനായാലും മോശമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കായാലും നിയമം പോലെ കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ തെറ്റോ ശരിയോ എന്നറിയില്ല. നമ്മളറിവില്ല, നമ്മൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ബോച്ചേനെ ചോദിച്ച കുറേ ക്വസ്റ്റ്യനൊന്നും എല്ലാവർക്കും ഉള്ളൊരു മറുപടി. ഞാൻ ഓരോന്ന് എനിക്ക് പറയാൻ വൈകി, അതുകൊണ്ട് ഇത് തന്നെയുള്ള മറുപടി, പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. വീണ്ടും തന്നെയുണ്ട് ബോച്ച ഹണി റോസ് വിഷയത്തിൽ യൂട്യൂബ് ഇൻസ്റ്റാൾ നിലയിൽ അച്ഛനും അമ്മയോട് നിലപാട് എന്താണ്? നമുക്ക് എന്ത് നിലപാട്? ഹായ് അച്ഛനും അമ്മയ്ക്കും, അച്ഛൻ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, നല്ല പോലെ വണ്ണം കുറഞ്ഞു. ഇപ്പോൾ ഉള്ള വെയിറ്റ് എത്രയാണ്, എത്ര വരെ എത്തിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. പിന്നെ ഈ മഞ്ഞോട് ഇത്രയും ഇഷ്ടം തോന്നാൻ എന്താണ് കാരണം? അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണ്? അപ്പോൾ തടി എനിക്ക് ഒരു 70ലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ 92 84 വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി 1.5 മാസം ഉണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ആഗ്രഹം ഇപ്പം ഇന്ന്
ഞാൻ രാവിലെ 2 കോഴിമുട്ട പോയതും ഉച്ചയ്ക്ക് ഒരു ഉപ്പുഷോടെ കുടിച്ചത്, പിന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഒരു 6:30 ഞാനൊരു ഇത്രയും വന്ന കുഞ്ഞ് 3 പത്തിരിയും കഴിച്ചു. ചുട്ട പത്തിരി കേട്ടോ, വറുത്ത പത്തിരി എന്നല്ല, ചുട്ടെടുത്ത പത്തിരി, ചിക്കൻ കറി കഴിച്ചു, നാടൻ ചിക്കൻ കറി കഴിച്ചു. കുറേ നമ്മുടെ ആഗ്രഹങ്ങൾ വരുമ്പോ നമ്മൾ കഴിക്കും. വെയിറ്റ് കുറയ്ക്കണോ അത് അതിന്റെ ഭാഗത്തിൽ. പക്ഷെ ഞാൻ ഇനി രാത്രിക്കൊന്നുമില്ല. ഇനി രാത്രി 1 മണിക്ക് ഉച്ചത്തേക്ക് ഞാൻ ഒരു ഉപ്പുഷോളം മാത്രം വെച്ചിട്ട് വേറെ ഒന്നും കഴിച്ചിട്ട്, രാവിലെ 2 കോഴിമുട്ട കഴിച്ചിട്ട് വേറെ ഒന്നും ഞാൻ ഇതിൻ്റെ ഇടയിൽ കഴിച്ചില്ല. അപ്പം ഇന്നത്തെ ഒരു ഫുഡ് അങ്ങനെയാണ് കേട്ടോ. പിന്നെ മഞ്ഞ കളറിനോട് ഇഷ്ടമാച്ചാൽ എന്താണെന്ന് അറിയില്ല, മഞ്ഞോട് ഭയങ്കര. എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒരു ഓർമ്മയിൽ 1ൽ പഠിക്കുമ്പം എനിക്കൊരു മഞ്ഞയും ബ്ലാക്കും പട്ടുപാവാട ഉണ്ടായിരുന്നു. അന്നോട്ടുള്ള പ്രിയ. അത് പാർവതി ഒരു സിനിമയിൽ ഇടുന്നുണ്ട്. സിനിമ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, പാട്ട് ദേവനാണല്ലോ. ഒരു മിന്നാമിനിങ്ങനെ നുറുങ്ങുവട്ടം, അതിലൊരു മഞ്ഞും ബ്ലാക്കും പട്ടുപാട പാറില്ല. അതുപോലത്തെ ഒരു പട്ടുപാട എനിക്കുണ്ടായിരുന്നു ഒരു 1ലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ. അന്നോട്ട് മഞ്ഞോണ്ട് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ഞാൻ വയസ്സ് അറിയിച്ചിട്ട് എനിക്കൊരു മഞ്ഞ പട്ടുപാട ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ അടിച്ചിട്ടത്. അന്നും എനിക്ക് നല്ല അഭിപ്രായങ്ങൾ, കുറെ ആൾക്കാർ മഞ്ഞ കല്യാണത്തിൽ തന്നേച്ചത്. പിന്നെ ഒരു മഞ്ഞ് റെഡ് കളർ ഉണ്ടെങ്കിൽ പട്ടുപാട, അതൊക്കെ ഇടുമ്പോൾ നമുക്ക് കമന്റുകൾ കൂടുതൽ കുട്ടിക്കാലം തൊട്ടന്നെ കിട്ടി തുടങ്ങിയപ്പോ നമുക്ക് അതിനോടൊരു ആഗ്രഹം തോന്നി, നമുക്കത് ഭംഗിയുണ്ടെന്ന്. ഞാൻ അച്ഛനും ഇഷ്ടമുള്ള കളർ. എനിക്കിഷ്ടമുള്ള കളർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ കളറിനോട് ഇഷ്ടമല്ല. ഇപ്പൊ വൈറ്റിനോട് നല്ല ഇഷ്ടമാണ്. ഇപ്പൊ കുറച്ചൊരായിട്ട് വേറെ ഇപ്പൊ കളറിനോട് അങ്ങനെ ഇഷ്ടമില്ല. മനസ്സിനോട് മാത്രമാണ് ഇഷ്ടം. എൻ്റെ ഉണ്ണിയുടെ മനസ്സിന് മാത്രം ഞാൻ സ്നേഹിക്കും, കളറിനോടൊന്നല്ല. ആൾക്കാർക്ക് ഇതൊരു പങ്കൊന്നില്ല കേട്ടുള്ള കാര്യം പറയാം. എന്നാ മോളുടെ കല്യാണം എവിടെ വെച്ചാണ് കല്യാണം? അമ്മ നന്നായി തടി കുറഞ്ഞു, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. മോന് എൻ്റെ മോളുടെ വയസ്സാണ്, അവൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. കല്യാണം മെയിലാണ്. ഡേറ്റ് ഞാൻ പറയാം. കുട്ടിയുടെ ചെക്കൻ്റെ അച്ഛൻ വന്നിട്ട് ഒന്നുകൂടി തീരുമാനം, എന്നാ ലീവും കാര്യങ്ങളൊന്നും അറിയില്ല അച്ഛനെ. അപ്പൊ അതിന്റെ തീരുമാനം കൂടെ കറക്റ്റ് വന്നതിന് ശേഷം തീരുമാനിച്ചിട്ടില്ല. പിന്നെ എന്താ, അമ്മയെ നന്നായി തടി കുറഞ്ഞു, താങ്ക് യു. കഷ്ടപ്പെട്ടിട്ട് 8 കിലോ കുറച്ചു. ഞാനിതൊക്കെ ഇതിന്റെ സൈഡ് ഭാഗമായിട്ട് 6 കിലോ ഞാനും കുറച്ചിട്ടുണ്ട്. പിന്നെ 2 ഫുഡ് കഴിക്കാൻ പറ്റും. എനിക്ക് കോഴിമുട്ട മാത്രമേ. വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ കണ്ണൂർ തളിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഒരുപാട് ഇഷ്ടം. താങ്ക് യു. കണ്ണൂർ നമ്മളവിടെ വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂർക്ക്. എനിക്ക് നിങ്ങളെ എല്ലാവരും ഇഷ്ടമാണ്. നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. കുഞ്ഞിൻ്റെ കല്യാണം ഭംഗിയായി നടക്കും, അതോർത്ത് ടെൻഷൻ അടിക്കരുത്. എന്നാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്? കുണിക്കിനെയും കാത്തുനെയും മോനെയും എനിക്ക് വളരെ ഇഷ്ടമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. കല്യാണം നല്ല പോലെ നടക്കാൻ. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. സ്ഥലത്തിനാണോ ഞാൻ പറഞ്ഞില്ല, ആരുടേന്നും ഒന്നും ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്ഥലം വിറ്റ് കിട്ടിയാൽ മതി. അപ്പം നമുക്ക് ഉള്ളത് എന്താന്ന് വെച്ചാൽ കൊടുക്കാൻ മതി. ഉള്ള ലാസ്റ്റത്തെ കച്ചിത്തുമ്പാണ് ഞങ്ങൾ വിൽക്കണത്. ഇനി കൊടുക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട്, സ്ഥലം അത് അങ്ങോട്ട് ആ കുട്ടിക്ക് കൊടുത്തൂടെ? മറ്റുള്ള കല്യാണ ചെലവിന് നമുക്ക് വേണ്ടേ? നമുക്ക് ആരും കൊടുത്തു തരാനൊന്നുമില്ല. അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് കാര്യങ്ങൾ നടത്തണം. ഞങ്ങൾ ഈ ബാങ്കിങ് കാരണം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അനുഭവിച്ച് അങ്ങനെ ആൾക്കാരാണ്. അപ്പോൾ പറയും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ യൂട്യൂബിന്റെ 3/4 വരുമാനം മാസ്റ്ററിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും സിജോ കല്യാണത്തിന് വിളിച്ചിട്ട് തന്നെയാണോ പോയത്? അതിന് ഒരാള് ചിരിച്ചിട്ടിങ്ങനെ കണ്ണടച്ചിട്ട് ചിരിച്ചിട്ട് ഭയങ്കര തമാശ പോലെ തോന്നി. നിങ്ങള് സിജോ വിളിച്ചിട്ടൊന്നല്ലോ പോയി, നിങ്ങൾക്ക് പോണോണ്ട് എന്താ കുഴപ്പം? സിജോ വിളിച്ചില്ല. ഇന്നേരെ ലൈഫിൽ അതിനെ വിളിക്കാത്തൊരു നിങ്ങൾ പോയിട്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വിളിക്കാത്ത കല്യാണത്തിന് ഇന്നേരെ പോയില്ല. സിജോ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കാർത്തൂന്റെ പേരിലുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ 1 വർഷം മുന്നത്തെ. അത് കണ്ടേക്ക് അതിൽ ഞങ്ങളുടെ ഫംഗ്ഷൻ സിജോ വന്നിട്ടുണ്ട്. ഞങ്ങൾ വിളിക്കാണ്ടാണോ സിജോ അങ്ങോട്ട് കയറി വന്നതെന്ന് നിങ്ങൾ ചോദിക്കേണ്ടില്ല. അപ്പൊ അതുപോലെ സിജോ ഞങ്ങളെ ക്ഷണിച്ചിട്ട് തന്നെയാണ് സിജോന്റെ അവിടുത്തെ ഒരു പരിപാടിക്ക് പോയതും. ഞാൻ പറഞ്ഞ ചിലവരോട് പറഞ്ഞ വിശ്വാസമില്ല. ഒന്നുപോലെ കാർത്തോന്റെ ഒന്നാം പിറന്നാളല്ല പേരുള്ള ചടങ്ങ്. ആ ചടങ്ങിന്റെ വീഡിയോയിലൊന്ന് കണ്ടു നോക്കുക. സിജോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനിയിപ്പൊ നിങ്ങള് വഴിയിൽ നിന്ന് പോകുമ്പോൾ തെരഞ്ഞു വലിച്ചെടുത്തതൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും അത് നോക്കിക്കോളും. ബോച്ച
അറസ്റ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? മോളുടെയും മരുവിൻ്റെ ഫ്രണ്ടാണ്. നിങ്ങൾ എന്താ അവർ ഒരുമിച്ച് പഠിച്ചതാണോ? മോനും മരുവും വാച്ചും കൂടിയിട്ട് എനിക്കറിയാണ്ട് ചോദിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? നമ്മളെ എത്ര ആൾക്കാർ പ്രമോഷനും കാര്യങ്ങൾക്ക് വിളിക്കണോ? അതിനൊക്കെ പോണതൊക്കെ നമ്മുടെ ബന്ധക്കാരും ഫ്രണ്ട്സുകളാണോ? നമ്മൾ പ്രമോഷൻ വിളിക്കും, നമ്മൾ പോണു, പ്രമോഷൻ ചെയ്യണു, വരുന്നു, കാശ് തരുന്നു, കഴിഞ്ഞു. മനസ്സിലായി? അല്ലാണ്ട് നമ്മളെന്താണ് അവർ ചെയ്യുന്നത്? ഇപ്പൊ ബോച്ചയുടെ ഫ്രണ്ടാന്ന് വെച്ചാൽ ബോച്ചയുടെ സ്വത്ത് മുഴുവൻ ഇവർ കിട്ടുന്നുണ്ട്. അതിൽ ബോച്ചയുടെ കാശ് ഒരു കാര്യം സൗദിയിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് എത്ര 30 കോടി എത്ര കോടി. അപ്പൊ അതിന് തുനിഞ്ഞിറങ്ങുമ്പോ നിങ്ങൾക്ക് ഈ ഒരു ഇതൊന്നും ഉണ്ടായില്ലേ? അതിന് പറയാ ആരുമില്ല. അത് നല്ല കാര്യം. ഈ റോഡ് മുഴുവൻ തെണ്ടി അടങ്ങാൻ നല്ല സുഖമാണല്ലോ വെയിലത്ത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അത് ഏത് മനുഷ്യനും ഒരു തെറ്റോ 2 തെറ്റോ ഒക്കെ പറ്റും. ഇല്ലാന്ന് പറയുന്നത് ന്യായീകരിക്കല്ല. ബോച്ച ന്യായീകരിക്കല്ല. സമ്മതിക്കാൻ ആള് മാപ്പ് പറയാൻ പറഞ്ഞു. ഞാൻ മഹാനോട് മഹാനോസിനോട് മാപ്പ് പറയാന്ന് പറഞ്ഞല്ലോ. പിന്നെ മാപ്പും പറയാനല്ലാണ്ട് ഇപ്പൊ ഞാൻ മനുഷ്യൻ എന്താ ചെയ്യാ, പറഞ്ഞു പോയി. മാപ്പും പറയാൻ അത് സമ്മതിക്കില്ല. എന്ത് ചെയ്യാ? ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ഇതിലിപ്പോ ഞങ്ങളെ ഇഷ്ടം പോലെ നെഗറ്റീവ് പറയണില്ല. എന്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആള് ശരിയില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊക്കെ ശരിയാണ്. എനിക്ക് ശരിക്കും നിങ്ങളുടെ പേർക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാമല്ലോ. മാനനഷ്ടത്തിന് എനിക്ക് ശരിക്കും കൊണ്ട് കേസ് കൊടുക്കാന്ന് വെച്ചാൽ എൻ്റെ പേർക്ക് ഒരു തെളിവ് നിങ്ങൾക്ക് തിരിച്ചു കൊല്ലാൻ പറ്റില്ല. എനിക്ക് നല്ല ഉറപ്പുള്ള നിങ്ങളെ ഈ ID കൊണ്ടുപോയിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. ഞങ്ങൾ തുനിയാത്തെന്ന് പറയാം. വേണ്ട പക്ഷെ ഒരാളെ ഞങ്ങൾ കൊടുക്കും. ഏജൻസി അത് സമയം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എനിക്കൊരു ജീവിതം തരാൻ അവള് കാത്തിരിക്കണ്ട. അങ്ങനെ 2 കാര്യം തല പിടിച്ചിട്ട് പോകണത്രോ. എൻ്റെ സംശയമാണ് കേട്ടോ. ആണ് വീഡിയോ കണ്ട് മനസ്സിലായതാണ്. അമ്മ ആദ്യം ഡേറ്റിംഗ് തുടങ്ങി ആസ്റ്റർ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സസൈസ് നിർബന്ധമാണ്. അപ്പോൾ ജിം സ്റ്റാർട്ടാക്കി ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞു. ഇതാണ് എനിക്ക് മനസ്സിലായത്. അത് വെയിറ്റ് ജിമ്മിന് പോയിട്ടാണെങ്കിൽ വെയിറ്റ് കുറഞ്ഞാണ് മനസ്സിലായി. നിങ്ങൾ എത്ര ദിവസം? 13 ദിവസം. അമ്മയും അച്ഛനും വീഡിയോ പട്ടി കിതക്കണ പോലെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വീഡിയോ കൊണ്ടും ജിമ്മിൽ നിന്ന് അതൊക്കെ തന്നെ വെയിറ്റ് കുറഞ്ഞ്. അച്ഛൻ പറഞ്ഞത് കറക്റ്റ്. ബോഡിക്ക് എന്നിട്ട് നല്ല ബോഡിക്ക് ആയാസിന്റെ ജിമ്മിന് പോയിട്ടാണ്. അത് കറക്റ്റാണ് കിട്ടി. പളനിമല കയറിയപ്പോ അല്ലാതെ കൊളസ്ട്രോൾ കുറഞ്ഞുകൊണ്ട് മാത്രമല്ല അമ്മയ്ക്ക് ജിമ്മിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് പിടിക്കില്ല. സത്യമല്ല. അമ്മ റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണ്ട് യോഗ ചെയ്യുന്നു 4 ദിവസം, അതും തീർന്നു. ഞങ്ങൾ യോഗ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങളുടെ മോളുടെ പ്രസവവും കാര്യങ്ങളും അവൾക്ക് വയ്യാണ്ടാണ് കാരണം ഞങ്ങൾ വീട്ടിലാണ്ടാകുമ്പോൾ എന്ത് ചെയ്യണ്? ഇയാൾ വന്നിട്ട് യോഗ പഠിപ്പിച്ചു തരുമോ? പിന്നെ ജിമ്മിന് പോയിട്ടുള്ള തടി കുറഞ്ഞത് ഇപ്പോഴും ഞാൻ പറയുന്നു. ഈ നിമിഷം അഹങ്കാരി കമന്റിട്ടുണ്ട്. ഇവര് ജിമ്മിൽ പോയിട്ട് വൃത്തികേടാണ്. എന്നാലും ഞാൻ പറയട്ടെ, അവളെ എഴുതി പ്രമോഷൻ കിട്ടാണ്ട് തൂറി അവളത് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ ചെയ്യാറില്ല. നമുക്ക് ഉള്ളത് ചെറിയതാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂം നിലത്ത് മെഴുകേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അവളങ്ങനെ ആയിരിക്കും. ഒരു സ്ഥലത്ത് പോയിട്ട് വല്ല കാര്യം സാധിക്കാൻ അവളിത് ഇട്ടിട്ട് അവിടെ ഇന്ന് മെഴുകണ്ടോ? പണ്ടാറ് എങ്ങനെ പോട്ടെ ആൾക്കാർ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ കാര്യം? അവള് അങ്ങനെ ഓരോ കാര്യം സാധിപ്പിക്കുന്നുണ്ടാവും. നമുക്കറിയില്ല. പേഴ്സണലി നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ പറയണമെന്നുള്ള അവിടെ എഴുതിയ കമന്റിലുള്ള റിപ്ലൈ ആണ് കേട്ടോ. ഞങ്ങള് ആദ്യം ജിമ്മിന് കയറുമ്പോൾ 2000 അഡ്മിഷൻ ഫീസ്. 1000 അന്വേഷണം 1000 എനിക്കും അഡ്മിഷൻ ഫീസ് കൊടുത്തു. 1500 വീതം 3000 രൂപ ഫീസും കൊടുത്തിട്ട് ആദ്യ ദിവസം ഞാൻ അവിടെ കയറി 5000 രൂപ കൊടുത്തിട്ട് 5000 കൊടുത്ത് വന്നിട്ട് 3-ാമത്തെ ദിവസമായിട്ടാണ് ഞങ്ങൾ ജിമ്മിന് പോയി. 3-4 ദിവസമായിട്ടാണ് കാശ് കൊടുത്തിട്ടും ഞാൻ ജിമ്മിന് പോയത്. അത് കഴിഞ്ഞ് 10-15 ദിവസം ഇടയിൽ ഓരോ കാര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റാണ്ട് 13 ദിവസം 14 ദിവസം പോയുള്ളൂ. അതും കഴിഞ്ഞ് ജനുവരിയിലെ 2000 രൂപയും 3000 രൂപ ഞങ്ങൾ അടച്ചു. ഒരു ദിവസം ത്രെഡ്മില്ല് യൂസ് ചെയ്തു. 15 മിനിറ്റ് ത്രെഡ്മില്ല് യൂസ് ചെയ്തതിന് 3000 കൊടുത്തിട്ടാ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തടി കുറഞ്ഞതാണ്. ജിം ക്ലാസ്സിൽ കേൾക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ നോണ പറയുകയാണെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ 2-3 ജിം ക്ലാസ് പറയണു. നമ്മള് പൈസ മേടിക്കണേനുള്ള ആത്മാർത്ഥ കാര്യങ്ങൾ അവര് ചെയ്യണ്ടെങ്കിൽ നമ്മൾ അവിടെ പോവും. നമ്മളില്ലാന്ന് പറയണില്ല. ഒരു ഉത്തരവാദിത്തം. പണ്ടത്തെ അല്ലെ എപ്പോഴത്തെ ജിമ്മിന് വരുമ്പോൾ അവിടെ എന്താണ് ചെയ്യണതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കടമ ജിമ്മിലുള്ളവർക്ക് ഉണ്ട്. അത് നമുക്ക് പോയി വരികയാണെങ്കിൽ പിന്നെ അവിടെ ആൾക്കാർ ആവശ്യമില്ലല്ലോ. കാശ് ഇങ്ങനെ ഗൂഗിളിന്റെ കാർഡ് ഇട്ട് കയറുക കാര്യം ചിലപ്പോൾ കൈ വെച്ചാലേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടോണുള്ളവർക്ക് കയറാൻ പറ്റില്ല. കാശ് അടച്ച 1 മാസം കഴിഞ്ഞാൽ
കാശടച്ചാൽ വീണ്ടും കൈവച്ച് കഴിഞ്ഞാൽ കയറാൻ പറ്റും. ജിം ക്ലാസ് ഒന്നും പറയില്ല, നമ്മൾ ഒരു ദിനം ശരിയാണ്. അവള് ജിമ്മിന് വേണം. ഒരാൾ ഞങ്ങളോട് 1-2 ആൾക്കാർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ട് അവരൊന്നും പറഞ്ഞു. പക്ഷെ ആളാരും നമ്മൾ പറഞ്ഞതാണ് ആരാന്നൊന്നും നമ്മൾ പറയണില്ല. പിന്നെ അങ്ങനെയാണ് അതിന്റെ അടിയിൽ വേറെ പെണ്ണൊക്കെ അങ്ങനെയാണെങ്കിൽ ജിമ്മ് സ്വന്തമായി തുടങ്ങേണ്ടി വരുന്നത്. ആയിക്കോട്ടെ, നമ്മള് പരാതി പറഞ്ഞില്ലല്ലോ, സ്വന്തമായിട്ട് തുടങ്ങി. ആ സത്യം. ഡേറ്റ് ചെയ്ത് തടി കുറഞ്ഞുകൊണ്ട് ബോഡിക്ക് ഫിറ്റ്നസ് വരിക. ശരിക്കും ഇളകി 10 മിനിറ്റ് ചെയ്താലേ ഫിറ്റ്നസ് ആവുള്ളൂ. ഇതൊപ്പം ഒക്കെ കുറയുള്ളൂ. പിന്നെ ലോകത്ത് ഏതു പേഴ്സണലും ക്യാഷ് കൊടുത്താൽ മാത്രമേ ഞങ്ങൾ ഒരിക്കലും പേഴ്സണൽ ട്രെയിനറൊന്നും പറഞ്ഞിട്ടില്ല. പേഴ്സണലായിട്ട് ഞങ്ങളെ മാത്രം നിന്ന് പഠിപ്പിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണ്ടേ അതാണ് 4 എക്സസൈസ് ആയിട്ടായിരുന്നു. ഡെയിലി വന്നിട്ട് പറഞ്ഞു തരാനും പറഞ്ഞില്ല. നമുക്ക് അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഇല്ല, ബാക്കി നമുക്ക് 6 ദിവസമാണ് ജിമ്മുകൾ ഉള്ളത്. ഈ 6 ദിവസം കൈക്ക് കാല് അതെങ്ങനെയാണ് ഇന്ന് ദിവസം ഇന്നതാണ് എടുക്കേണ്ടത് നമുക്ക് അവരൊന്ന് ജസ്റ്റ് പറഞ്ഞ് എൻ്റെ കടമ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉണ്ട്. ഈ ജിം ക്ലാസ് നടത്തുന്ന ആൾക്കാരെ ഞങ്ങൾ വിളിച്ചോ ചേച്ചി അത് അവരെങ്ങനെയെന്ന് അറിയില്ല, ഞങ്ങളുടെ അവിടെ ജിമ്മിന് വരുന്നവർക്ക് ഞങ്ങളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പേഴ്സണൽ ട്രെയിനറും കാര്യങ്ങളൊന്നും അല്ല, അങ്ങനെ ആവശ്യമുള്ളവർക്ക് മാത്രം അത് അടുത്ത് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. ചേച്ചി അങ്ങോട്ട് വരുന്നുണ്ടോ വെച്ചിട്ട് കാശ് പോലും വേണ്ടാണ്ട് ഇപ്പോൾ വിളിക്കണവരുണ്ട്. ഞങ്ങൾക്ക് പലരും ഉണ്ട്, മനസ്സിലായ. അപ്പോൾ അങ്ങനെ എവിടെ കാണുമല്ലോ. അച്ഛന് ഇനിയും ഗൾഫിൽ പോകാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് അച്ഛനെ ഗൾഫിൽ വിടാനും താല്പര്യമുണ്ടോ? അച്ഛൻ ആദ്യം പറ, അച്ഛൻ്റെ താല്പര്യം അറിയട്ടെ. എനിക്ക് താല്പര്യക്കുറവില്ല, പറഞ്ഞിട്ടില്ല. അമ്മയും കൂടെ ഉണ്ടെങ്കിലാണ്. എനിക്ക് ഗൾഫിൽ പോണത് വിഷമാണ്, ഇനി കാണാണ്ടിരിക്കാൻ പറ്റും. അതൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞിൻ്റെ കല്യാണം അയച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ലാസ്റ്റത്തെ ഞങ്ങളുടെ കച്ചിത്തുരുമ്പുള്ളത് അത് കൊടുത്തിട്ടാണ് കുഞ്ഞിനെ കുണിക്കാവുന്ന വ്യക്തികൾക്ക് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഇനി ഞങ്ങളുടെ എന്തെങ്കിലും ചെയ്ത് ഒന്നേമെന്ന് വേണം അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ. അവർ വിദ്യാഭ്യാസമുള്ള കാശും കാര്യങ്ങളും അവർ പഠിപ്പിക്കണം, അവർ നോക്കാനുള്ളതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പോകേണ്ട സാഹചര്യം വന്നാൽ പറഞ്ഞേക്കും. ഹായ് അച്ഛ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, നല്ലപോലെ വണ്ണം കുറഞ്ഞു. ഇപ്പോൾ ഉള്ള വെയിറ്റ് എത്രയാണ്? അത് ഞാൻ പറഞ്ഞു അയച്ചത്. നിങ്ങളുടെ വീട് എവിടെയാണ്? പോർക്കുളത്ത്. കുന്നംകുളത്തുനിന്ന് 2.5 കിലോമീറ്റർ അല്ലേ? ഭക്ഷണം കഴിക്കാൻ 200 രൂപ അയക്കുമോ? ആരാള്? വായോ, വീട്ടിൽ ഞാൻ ഭക്ഷണം വെച്ചാൽ 200 ഒന്നും എനിക്ക് തരണ്ട. വണ്ടിക്കാശും വേണം കഴിച്ചെടുക്കാം അല്ലേ? പ്രിയപ്പെട്ട സംഗീത ചേച്ചി, അഹങ്കാരി എന്ന പേര് വെച്ച് ചേച്ചിയെ നല്ല രീതിയിൽ മോശം പറഞ്ഞ് കമൻറ്റുകൾ ഇടുന്ന ആൾ ചേച്ചിയോട് നല്ല വ്യക്തിവിരോധം ഉള്ള ആളാണ്. അത് അനുവദിച്ചുകൂടാ. ഒന്നെങ്കിൽ നിങ്ങൾ പോലീസ് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യുക. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അഹങ്കാരി ആണ്. ഇതിൽ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവർക്കും വന്ന് പോസിറ്റീവ്. അല്ല ചേച്ചിയുടെ വിചാരം ഇതാണോ? ഞങ്ങളൊരു വീഡിയോ ഇട്ടാൽ ഞാൻ എൻ്റെ ഉള്ളിലന്ന് ചേച്ചിയുടെ ജനിച്ച അന്നോട്ടുള്ള ശീലങ്ങളുള്ള ഭാഷകളും കാരണം ഇടാനുള്ള ഇതാണെന്നാണോ ചേച്ചി തെറ്റിയിട്ട പൊന്നു മോളെ? അറസ്റ്റൊക്കെ ഓരോരുത്തർക്ക് തുടങ്ങിയിട്ടുണ്ട്, കേക്കാല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രവർത്തിക്കണം അതൊക്കെ നമ്മള് സ്റ്റോറേജ് ആണ്, അത് മനസ്സിലാക്കിക്കോ. ഞാനിതൊക്കെ ഒരു തെളിവിന് വേണ്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻസിൽ നീ കയറി മേയെന്ന് അറിയണോണ്ട് ഞാനിത് ഞാൻ ഇട്ടത്. ഇട്ടു നീ എത്രയെങ്കിലും കമന്റ് ഇട്ടു, എനിക്ക് യാതൊരു ഞാനില്ലാത്ത എന്നെ പറ്റിയിട്ടാണ് നീ ഓരോ കമന്റ് ഇടും. ഞങ്ങളത് പറ്റിയിട്ട് ഒരു സത്യം പോലും നീ ഇതിൽ ഇട്ടിട്ടില്ല. ആ കാര്യം മനസ്സിലായില്ലേ? എന്തെങ്കിലും കാണും അല്ലേ? ഹായ് അമ്മ എൻ്റെ അച്ഛൻ. ഹായ് അമ്മ എൻ്റെ അച്ഛൻ. ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വീഡിയോസ് കാണാൻ. ഡെയിലി വ്ളോഗ് എന്നും ചെയ്യണം. എസ്പെഷ്യലി അമ്മയുടെ കുക്കിംഗ് സൂപ്പറാണ്.
നിങ്ങൾ നേരിട്ട് കാണണം, ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നെങ്കിലും തൃശ്ശൂരിൽ വരുമ്പോൾ കാണാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും തൃശ്ശൂരിൽ വരുമ്പോൾ പറ, അപ്പം നമുക്ക് കാണാം. ഓക്കെ, ഒത്തിരി സന്തോഷം തന്നെ. നമ്മളങ്ങനെ ഇഷ്ടം ഞാൻ പറയാം. നിങ്ങളൊക്കെയാണ് എൻ്റെ വിജയം. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ എന്താണെന്ന് മനസ്സിലാകുന്ന കുറച്ച് പേരെങ്കിലും എന്നത്. ഇപ്പം ഇന്നൊരു കല്യാണ വീട്ടിൽ പൊന്നിടുക അപ്പോൾ പറയുമ്പോൾ അവിടെ ഉള്ളവർ നമ്മുടെ ഇഷ്ടത്തിലത് വർത്തുമ്പോൾ അതൊക്കെ മതി. ഇതൊക്കെയല്ലേ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും വിജയം. അതൊക്കെ മതി. ഇതൊക്കെ തന്നെ ധാരാളം. എനിക്ക് ഇവരുടെ തന്നെ പൊക്കല് ഏറ്റവും ദേഷ്യം. അതിനെന്തൊരു കുനുവേട്ടനും സംഗീത എന്ത് പറഞ്ഞാലും അത് ശരിയാണ് തീർച്ചയായും എന്നതൊക്കെ എന്നല്ലാണ്ട് കുനുവേട്ടന് യാതൊരു വോയിസും ഇല്ല. ഈ സംഗീതയ്ക്ക് ഇന്ന വരെ ഉണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് കുറഞ്ഞിട്ടില്ല, എന്നും സൂപ്പർ ടേസ്റ്റാണ്. ഗിന്നസ് ബുക്കിൽ പേര് വരാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ ഉണ്ടാക്കിയ ഒരു ഫുഡിന് ഇന്ന വരെ ഒരു ടേസ്റ്റിനും കുറവ് ഒരു വ്യത്യാസവും വരാതെ ലോകത്തിലെ ആദ്യത്തെ കുലസ്ത്രീ. മനുഷ്യന്മാർക്കും ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഒക്കെ ഉണ്ടാകും. എത്ര നല്ല കുക്കാണെങ്കിലും ബട്ട് സംഗീതയെ ഫുഡ് എന്നും ഒരുപോലെ. ആ കുട്ടികളും കുണ്ണുവേട്ടനും പറഞ്ഞു പഠിപ്പിച്ച പോലെ തന്നെ. ഈ മെസ്സേജ് വായിക്കില്ലാന്ന് ഡിലീറ്റ് ചെയ്യും. ആൻസറും തരില്ല സംഗീത. അഹങ്കാരിയാണോ? അഹങ്കാരി അത് ഏതോ ഒരു കുരിപ്പ്. എന്നിട്ട് അവൾ ഇങ്ങനെ ഒരു ഇത് ഡിലീറ്റ് ഒന്നുമില്ല. ഞങ്ങളല്ലാത്തൊരു കാര്യത്തിലാണ് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എനിക്കറിയണ്ട. ഞാൻ വേണ്ട അതേമാതിരി ഉണ്ടാക്കിയിട്ട് നല്ല ഫുഡാന്ന് പറയണത് നിങ്ങൾക്ക് അറിയണില്ല അല്ലേ? അതറിയണില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി. ഞാനൊരു നമ്മുടെ ഉണ്ടപ്പൻ്റെ ചാനൽ, നമ്മുടെ ഉണ്ടപ്പൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ എനിക്ക് ഒരു വിശ്വാസം ഉള്ളതില്ല. ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ പറഞ്ഞിട്ട് ഉണ്ടപ്പൻ ഏത് കാര്യം കയറിയാലും ടേസ്റ്റില്ല അങ്ങനെ പറയാം. അവൾ അങ്ങനെയൊക്കെ അവളെ വിശ്വാസം കേട്ടോ. അങ്ങനെ ആ കുട്ടി പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് പോയി. നമ്മുടെ പെരുമ്പരാരി വിദ്യ ലോകം എന്നല്ലേ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പഴമയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഒരുപാട് ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നാളെ വീഡിയോയിലിടാം, ചാനലിലിടാം. അത് നിങ്ങൾ കണ്ടിരുന്നാലും വരും. പക്ഷേ ഞങ്ങളവിടെ പോയി നല്ല നാടൻ പത്തിരിയും നല്ല ചിക്കൻ കറിയും അവർ നെയ്ച്ചോറും പൊറോട്ടയും കഴിച്ചു. ഞാൻ പത്തിരി കഴിച്ചത് സൂപ്പർ. ഞാൻ അതിൻ്റെ മുതലാളി അതിൻ്റെ ഓണറ് വിദ്യാമണി എന്നാണ് ആളുടെ പേര്. ആള് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് നമ്മൾ കഴിക്കണോടത്ത് വന്ന്. അതാണ് ഒരു മുതലാളിയാണെങ്കിലും ആളുടെ കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാം. അല്ലപ്പോൾ ആളെ ഇത്രയും വലിയ കാര്യം ബാറും ഇല്ല, ഓരോ സ്ഥാപനമായിട്ട് ഇഷ്ടം പോലെ ആൾക്കുണ്ട്. ആൾക്കിപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് വേണ്ട യാതൊരു കാര്യം. 2 കൊല്ലത്തെ ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. എത്ര കൊല്ലത്തെ അയാളാ ഇതിന് ഓണറിന്റെ കഷ്ടപ്പെടാം. നമുക്ക് ഓണറിനെന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഓണർ നമ്മുടെ മുന്നിൽ പ്രതീക്ഷപ്പെട്ടു. ദൈവത്തിനെ പോലെ 2 കൊല്ലത്തെ അധ്വാനമാണ്. അപ്പം ഞാൻ അധ്വാനിച്ചാലും കുഴപ്പമില്ല, ഇത്രയും അടിപൊളി സ്ഥലം തന്നതിന് ഒരുപാട് താങ്ക്സ്. എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ 2 ദിവസം മുന്നേ എന്നോട് പറഞ്ഞു നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ആ റോഡ് നിരപ്പല കൊണ്ടുള്ള ഡോറില് കടകൾക്ക് അതിനെന്താ പറയാ അതുകൊണ്ടുള്ള ആ ഡോർ അതൊക്കെ നമുക്ക് നല്ലോണം മിസ് ചെയ്യാൻ. പണ്ടത്തെ സിനിമ തിയേറ്റർ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. റോഡ് കുഞ്ഞ് വീതി കുറഞ്ഞ റോഡ്. ഞങ്ങൾക്കൊരു വീതിയുള്ള എറണാകുളം റോഡോട് നമ്മൾ എന്നോട് പറഞ്ഞു എന്താ വെച്ചാൽ ഇത്ര വീതി റോഡൊക്കെ പറഞ്ഞത് പണ്ടത്തെ കുഞ്ഞ റോഡും നിറച്ച് മരങ്ങളും കാരണം അതിൻ്റെ ഒരു ഭംഗിയില്ല അല്ലെ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ആ പഴമകൾ തന്നു. വിദ്യാലയ ഒരു തൊട്ടടുത്താണ്. എനിക്ക് ഈ വീഡിയോയില് കയറ്റാൻ നേരില്ലാത്തോണ്ടാണ് ഞാൻ ഇതിൽ കഴിഞ്ഞ അടിപൊളി ഫുഡാണ്. ഞങ്ങൾ കഴിച്ച ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പല ദിവസം പല ഫുഡായിട്ടാ. എന്നും ഒരേ ഫുഡ് എല്ലാം 11 മണി 7 റെസ്റ്റോറൻറ്റ്. നമുക്കിപ്പോൾ അത് പ്രൊമോഷൻ ആയാലേ നമ്മൾ പറഞ്ഞത് മാത്രം നമ്മൾ വന്ന് ഫുഡ് ഇഷ്ടമായോ എങ്ങനെയുണ്ട് റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കഷ്ടപ്പാട് വെറുതെ ആയില്ല. എന്താ വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞു കാശ് നമുക്ക് ഇല്ലെങ്കിലും അവിടെ ഒരു ചായ കുടിക്കാരോട് ചോദിക്കില്ല. നമുക്ക് പോയി മനസ്സിലെ ഒരു കുളിർമ തോന്നും. അവിടെ എപ്പോഴും മഴയൊക്കെ പെയ്ത് മഞ്ഞ് മൂന്നാർ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു മഞ്ഞിന്റെ ഒരു ഫീല് കിട്ടാട്ടാ. നല്ലൊരു സ്ഥലം, നല്ല തണുപ്പും. ഒരുപാട് താങ്ക്സ്. നമുക്ക് പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് നമ്മളതിനെ എല്ലാവരെയും കൊണ്ടുപോയി ആ ഒരു കാലഘട്ടം തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്നും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ പണ്ടത്തെ ഒരു കാലഘട്ടം. ആ സിനിമ തിയേറ്ററിൽ തീ പിടിച്ച് ഞാൻ ബക്കറ്റിൽ മണലിട്ടുള്ളത് അയ്യോ ആ സിനിമ ടാക്കീസാണ് അന്നത്തെ കാലത്ത് ടാക്കീസ്. അതിന്റെ പേരെന്തോ കൊടുത്തിട്ടുണ്ട്. അതെ പച്ചർക്കട ആയുർവേദം എല്ലാ റോഡും മരങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ഭംഗിയിലെ കൊടുത്തേക്കണ് പറയാണ്ടിരിക്കാൻ. ഞങ്ങൾ ചുമ്മാ കാണാൻ പോയതാ. കണ്ടു പറയാ ഭയങ്കര
കാര്യം ഇഷ്ടമായിട്ട് ഞാൻ പരിപാടി നമുക്ക് നല്ല ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ട് അതൊരു ദിവസം റീൽസ് കൊടുക്കുക, നല്ല ഫോട്ടോഷൂട്ടിനും റീൽസിനും പിന്നെ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നല്ലൊരു നമുക്ക് ഫാമിലിക്ക് നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലം. അപ്പൊ അങ്ങനെ അപ്പൊ നല്ലത് പറയാൻ സംഗീതം ഇന്ന് വരെ പഠിച്ചിട്ടില്ല. ഞാൻ പറയും ദൈവം സഹായിച്ച് ഇന്നുവരെ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ സക്സസ് ആയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ഇന്ന് വരെ മോശമായിട്ട് ആകെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പൊ ഞാൻ മോശം ഉണ്ടാക്കിയ ഫുഡിന്റെ കാര്യം ഞാൻ വെള്ളക്കടല അത് ഞാൻ പറഞ്ഞില്ലേ, അത് എന്തോ ഒരു വീഡിയോയില് വലിയൊരു കുക്കിംഗ് ചാനലിന്റെ ഇതിൽ നോക്കിയിട്ട് ഞാന് ശരവണ ഭവനിലെ കടലക്കറി ഉണ്ടാക്കിയതാട്ടാ. ഉണ്ടാക്കിയ അച്ഛനും മക്കളും നീ എന്താ അവിടെ ഉണ്ടാക്കണ വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ, നീ മറ്റുള്ളവരെ നോക്കി പരീക്ഷ എന്താ വെച്ചാൽ ഞങ്ങളുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് മാത്രം. ഇപ്പോൾ പൊന്നിനായാലും അനുവേണ്ടായാലും കുണുക്കൻ്റെയാലും ഷെബീൻ്റെ അടക്കം ഞാൻ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നെയ്ച്ചോണ്ട് പോയി ചമ്മന്തി നക്കിയ ഷെബി എനിക്ക് പറ്റില്ല കഴിച്ചത് അവന്റെ ടേസ്റ്റ് എന്താ നമുക്കറിയാം. അവന് ചമ്മന്തിയിൽ മധുരം വേണം, നമുക്കൊക്കെ ചമ്മന്തിയിൽ ഏറ്റവും പുളിയാണ് വേണ്ടത്, അവന് മധുരം വേണ്ടത്. അപ്പം ഞങ്ങളെല്ലാവരും ടേസ്റ്റ് നമുക്കറിയാം. അപ്പം അതിനനുസരിച്ചാണ് നമ്മുടെ വീട്ടിലെ ഫുഡ്. ഇപ്പോൾ ഒരു ദിവസം നാളികേരപ്പാലൊക്കെ ഉണ്ടാക്കി കുണുക്കൻ്റെ ഇഷ്ടത്തിന് മീനാനൊക്കെ ഒരാഴ്ച അന്യ ഇഷ്ടത്തിന് വള കിട്ടുമായിരുന്നു. ഷെബിക്ക് തക്കാളിയൊക്കെ അരച്ചിട്ട് കുറുക്കിയിട്ടുള്ള അത് ദിവസം ഷെബിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്, മനസ്സിലായോ? ഇന്ന് വരെ ഉണ്ടാക്കിയ ഫുഡ് മോശമായിട്ടില്ല. എന്തൊക്കെയോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ, അതെല്ലാവർക്കും ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പൊ നല്ലതെന്ന് കുനിയേട്ടനും പറയും, കുനിയേട്ടന്റെ മക്കളും പറയട്ടെ. അത് കണ്ട് തുള്ളണ്ടാട്ട മോളെ. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നിങ്ങൾ നിർത്തുന്നു. നാളെ വീണ്ടും കാണും വരെ. ഇതിലെന്തെങ്കിലും തെറ്റായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിവില്ലായ്മ എന്താണ് ഞങ്ങൾ വിചാരിച്ചു, സോറി. എന്താ വെച്ചാൽ വേറെ ഒന്നും നമ്മുടെ ബോച്ചേരി ഹണി റോസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതൊന്നും നമുക്ക് പേഴ്സണലായിട്ട് ഒന്നും അറിയേണ്ട കാര്യം ഒന്നും ചെയ്യണില്ല. നമുക്ക് മോശമായിട്ടില്ല, അഭിനയമായിട്ടില്ല. പിന്നെ നമുക്ക് ഇതുപോലെ കുറേ നെഗറ്റീവിനൊക്കെ നമ്മൾ പ്രതികരിക്കും. ഇവരേനൊക്കെ നമുക്ക് അറസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും അറസ്റ്റ് ചെയ്യണം. നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇത് കൂടുതൽ മോശമായിട്ടുള്ള വാർത്തകളാണ് ഓരോ സ്റ്റേജ് പരിപാടിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തെണ്ടിത്തരങ്ങൾ നടക്കുന്നു ഒന്ന് ആലോചിക്കുക. കുഞ്ഞു മക്കളെയും വയസ്സായവരൊക്കെ എന്തൊക്കെ പരാസമെങ്കിലും കാരണം ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ തക്കതായ വല്ലവർക്ക് ശിക്ഷ കൊടുത്ത് കേട്ടിട്ടുണ്ടോ? ഇത്രയൊക്കെ പരാസങ്ങൾ, ഇത്രയൊക്കെ കൊലപാതകം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒന്നിന് തൂക്കിലേറ്റുണ്ടോ? ഒക്കെ അതിന് തീറ്റിപ്പറ്റി ജയിലുകൊണ്ടിട്ടില്ല ഇവർ ഗവൺമെന്റ് ഇങ്ങനെ കൊഴുത്ത് ഉരുട്ടിണ്ടാക്കല്ലേ. ഇതാണ് വരെ നിയമം. അങ്ങനെ ഈ നിയമത്തിനോട് ഞാൻ യോജിക്കില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. കാശുള്ളവന് നല്ലൊരു കാശില്ലാത്തവര് അത് തന്നെ. ഇത് പോട്ടെ, ബൈ.